ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു മെഹന്തി വ്ളോഗാണ് കേട്ടോ. ആദ്യം തന്നെ കൈൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. അതിന് ശേഷം ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം രണ്ട് ലൈൻസിനെ യോജിപ്പിച്ച് പെറ്റലിൻ്റെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് സെൻട്രലത്തെ റൗണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പെറ്റൽസിൻ്റെ ഒക്കെ മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ട് പെറ്റൽസ് തമ്മിൽ ജോയിൻ്റായി വരുന്ന ഭാഗത്ത് സ്പൈറലിൻ്റെ ഡിസൈൻ കൊടുക്കുക. അതുപോലെ എല്ലാ പെറ്റൽസിനും സെൻട്രലായിട്ട് സ്പൈറൽ ഡിസൈൻ കൊടുക്കുക. ഇനി റൗണ്ട് ഷേപ്പ് മതി എന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ട് വരച്ച് കൊടുത്താൽ മതി. സ്പൈറൽ ഫുള്ള് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്പൈറലിന് മുകളിലും ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ഡോട്ട്സ് മതി എന്നുണ്ടെങ്കിൽ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ സ്പൈറലും ഫില്ല് ചെയ്ത ശേഷം രണ്ട് സ്പൈറലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വൈൻസ് കൊടുക്കുക. ഇതുപോലെ ഡിസൈനിൻ്റെ എല്ലാ ഭാഗത്തും വൈൻസ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്ക് ഭാഗത്തെ ഡിസൈൻ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഫിംഗർ ഡിസൈനാണ്. ആദ്യം 3 സ്പൈറൽ ഒരുമിച്ച് കൊടുക്കുക. ഇനി ആ സ്പൈറൽസിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഫ്ലവറിൻ്റെ ഗ്യാപ്പിലൊക്കെ 2 or 3 വൈൻസ് വീതം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ഫിംഗേഴ്സും സെയിം ഡിസൈൻ തന്നെ കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ മെഹന്തി ഇട്ട് പഠിക്കുന്നവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. വീഡിയോ ചെയ്ത് മുൻപരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോരായ്മകളൊക്കെ ഉണ്ടാവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.